കശ്മീരിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം കൂടിയിരുന്നു. ഇതിൽ കൃത്യമായ ഒരു തീരുമാനം എടുത്തു എന്നതിൻ്റെ ചില വ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വരുന്നു. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇനി വേണ്ട, 4 കഷ്ണങ്ങളാക്കി അതിനെ മാറ്റാനായിട്ട് തീരുമാനിച്ചു. അതായത് ഖൈബർ പഷ്തൂൺഖ, സിന്ധ്, പഞ്ചാബ്, അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ, ഇങ്ങനെ 4 മേഖലകൾ മതി, ബാക്കി ഒന്നും തന്നെ അവശേഷിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു പൂർണ്ണ യുദ്ധത്തിന് ഇന്ത്യൻ ആർമി തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഇത് പാകിസ്ഥാനും ലഭിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളോട് വീടുകൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യ പറയുന്നു പാകിസ്ഥാനെ ഇപ്പോൾ പിളർത്തും, 3 ആക്കും, 4 ആക്കും, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം, അമേരിക്ക എത്രയോ കാലമായിട്ട് അഫ്ഗാനുമായിട്ട് പ്രശ്നമായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധത്തിനൊടുവിലാണ് അഫ്ഗാൻ വലിയ ആഘാതമൊക്കെ ഏൽപ്പിച്ചത്. ഈ ഒസാമ ബിൻ ലാദനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ തുടർച്ചയാണ്. പിന്നീട് അമേരിക്കൻ സേന തന്നെ അവിടുന്ന് പിന്മാറി. അതുപോലെ തന്നെ ചൈന ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇപ്പം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ആക്രമണം അല്ലെങ്കിൽ അതിൻ്റെ ഭീഷണിയുമൊക്കെ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ലഡാക്ക് മേഖലയിലെ ഭീഷണി, ഇതൊന്നും സംഭവിച്ചു തീർന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തുന്നു, അവരുടെ ഭാഗമാണെന്ന് പറയുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ ഇന്ത്യ ഇതുവരെ കൃത്യമായ ഒരു തീരുമാനങ്ങളൊന്നും എടുത്തിരുന്നില്ല. ഇനി അങ്ങനെയല്ല, ഇന്ത്യയിലേക്ക് വന്ന വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകളെ, അതുപോലെ തദ്ദേശീയരായ ടൂറിസ്റ്റുകളെ, സിവിലിയൻസ് എന്ന് പറയാം, അവരെയൊക്കെ നിർദാക്ഷിണ്യം മതത്തിൻ്റെ പേരിൽ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമെന്ന ഇമേജ് ഉണ്ടാക്കി. ഇത് തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം. കാരണം ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് അപ്രസക്തമായിരുന്നു. എന്തിന്? ലോകത്തെ എല്ലാവരെയും ഞെട്ടിച്ച വാണിജ്യ കരാറുമായിട്ട് ട്രംപ് വന്നപ്പോൾ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇറ്റലിക്ക് എന്ത് സംഭവിച്ചു, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ചൈനയെ എങ്ങനെ ബാധിച്ചു എന്നല്ലാതെ പാകിസ്ഥാൻ എന്ത് സംഭവിച്ചു എന്ന് എവിടെയും ചർച്ചയിലില്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂപടത്തിന് പുറത്തേക്ക് പോകുന്നു, ഒപ്പം അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്നു, പട്ടിണിയും തൊഴിലില്ലായ്മയും കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു കലാപം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനീസ് വംശജരെ പാക് പട്ടാളത്തെയൊക്കെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിഘടിച്ച് അല്ലെ സ്വതന്ത്രമായി ഇന്ത്യയിലേക്ക് ചേരാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഇത്തരമൊരു പ്രശ്നമുണ്ടായത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായ ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം ആദ്യം സിന്ധ് മേഖലയിലേക്ക് എടുക്കുകയാണെങ്കിൽ സിന്ധ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭൂവിഭാഗമായി രാജ്യമായി രൂപം കൊള്ളും. തെഹരിക്ക താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുണ്ട്, അഫ്ഗാനിലെ താലിബാൻ്റെ ഏതാണ്ട് പോഷക സംഘടന എന്ന് പറയാം. ഇവർക്ക് വേണ്ടി ഇന്ത്യ ഒരു സഹായം, ഒരു കൈസഹായം ഒന്ന് കൊടുത്താൽ തന്നെ ഈ ഖൈബർ പഷ്തൂൺഖ മേഖല പുതിയൊരു രാജ്യമായി മാറും. ഇനി പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അവിടുത്തെ ജനങ്ങൾ എത്രയോ കാലമായിട്ട് പട്ടിണി, എനർജി ഇല്ലാതെ, വൈദ്യുതി ഇല്ലാതെ, ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നു. അവർക്ക് ഒരു സ്വതന്ത്ര രാജ്യമായി മാറണം, ഇന്ത്യ ഒന്ന് സഹായിച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ. അങ്ങനെ വിവിധ രാജ്യങ്ങളായിട്ട് പൊട്ടിത്തെറിച്ചോട്ടെ എന്ന നിലപാടിലേക്ക് ഇന്ത്യ പതുക്കെ എത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കാൻ ഒരുങ്ങുന്നു. ഇനി പാക് പൗരന്മാർ, നമുക്കറിയാം, ചികിത്സയ്ക്കായിട്ടും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇനി അത്തരം സഹായങ്ങളൊന്നും തന്നെ നമ്മൾ നൽകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഒപ്പം സിന്ധ് നദീജല കരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ കരാറും 1960 ലോക ബാങ്കിൻ്റെ സഹായത്തോടെ നമ്മൾ നടപ്പാക്കിയതാണ്. ആ കരാറിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ അയ്യൂബ് ഖാൻ എന്ന് പറയുന്ന പാക് പ്രസിഡന്റും ചേർന്ന് ഒപ്പുവെച്ചാണ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒഴുകി വരുന്ന നദികളിലെ ജലം പാകിസ്ഥാന് കാർഷിക ആവശ്യങ്ങൾക്ക്, മറ്റ് കുടിവെള്ളത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഈ സിന്ധ് നദിയിലെ 80% ജലവും പാകിസ്ഥാൻ ഉപയോഗിക്കും, 20% നമ്മളാണ് ഉപയോഗിക്കുന്നത്. 3 നദികളുടെ നിയന്ത്രണം ഇന്ത്യക്ക്, 3 എണ്ണത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാൻ. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് ഈ കരാർ ഞങ്ങളങ്ങ് ലംഘിക്കുകയാണ്, ഈ കരാറിന് ഇനി സാധുതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളമൊഴുകൽ കരാർ, അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുകുന്നത് അവിടെ നിർത്തിവെച്ച് ഹിമാചലിലും രാജസ്ഥാനിലും ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ ഡാമുകളിലൊക്കെ വെള്ളം നിറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധി നേരിടും. അതായത് ഈ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് നിർത്തിവെക്കാൻ നമ്മൾ പുതിയ കുറച്ച് ഡാമുകളൊക്കെ പണിഞ്ഞിരുന്നു. ആ ഡാമുകൾ പണിഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ പുൽവാമ പോലെയുള്ള അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും നമ്മൾ ഈ നദീജല കരാർ മരവിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല.
കാരണം അങ്ങനെ ശ്രമിച്ചാൽ ഈ ജലം നമ്മൾ എവിടെ ശേഖരിക്കും, എവിടേക്ക് ഒഴുക്കി വിടുമെന്നൊക്കെ ആശങ്കയുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ധാരാളം ഡാമുകളും അതിനോടനുബന്ധിച്ച് കനാലുകളും ഒക്കെ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ വെള്ളം എങ്ങോട്ട് വേണമെങ്കിലും ഒഴുകിവിടാം. അപ്പോൾ പഞ്ചാബ് സിന്ധു മേഖലകളിലെ കാർഷിക ആവശ്യങ്ങൾക്ക് പ്രധാനമായിട്ടും പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളമാണ്. ഇനി നമ്മൾ വെള്ളം അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിറ്റ് ചോര ചിന്താതെ, ഒരു വെടിക്കോപ്പ് പോലും പാഴാക്കി കളയാതെ നമ്മൾ പാകിസ്ഥാനെ വലിയൊരു ദുരന്ത മുഖത്തേക്ക് വലിച്ചിടുന്നു. അപ്പോൾ അവിടെ ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പരസ്യമായി തന്നെ പാക് ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരും. അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം നടക്കുന്നതിനേക്കാൾ നയിക്കുന്നതിനേക്കാൾ ഏറെ പ്രയാസകരമായിരിക്കും പാക് ജനതയുടെ ഒരു പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ അവരുടെ കലാപത്തെയൊക്കെ പാക് ഭരണകൂടത്തിന് നേരിടേണ്ടി വരിക. അപ്പോൾ ഡാമുകൾ നിലനിർത്തി അതിലെ വെള്ളം നമ്മൾ മറ്റ് കനാലുകളിലൂടെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഒരു തന്ത്രം മുന്നിൽ കാണുമെന്ന് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതാണ് അവരെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചത്. അപ്പോൾ പഞ്ചാബിലൂടെയുള്ള 5 നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധു നദിയുമായി ചേർന്ന് ഒഴുകുന്നു. അതുകൊണ്ട് ഈ വെള്ളം എല്ലാ കാലത്തും നമുക്ക് കിട്ടുമെന്നുള്ള അമിത ആത്മവിശ്വാസം പാകിസ്ഥാനുണ്ടായിരുന്നു. ഈ കരാർ ഇതുവരെ റദ്ദാക്കിയിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഡാമിൻ്റെ കാര്യത്തിൽ നമ്മൾ കർശനമായ നിലപാടെടുത്തില്ല. പക്ഷേ ഇത്തവണ അതും എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ പട്ടിണിയിലാകുന്ന അല്ലെങ്കിൽ അവിടുത്തെ വൈദ്യുത പ്രതിസന്ധി ഉണ്ടാക്കുന്ന, കാർഷിക മേഖലയെ തകർക്കുന്ന വലിയൊരു പ്രതിസന്ധി ഇന്ത്യ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പാകിസ്ഥാൻകാർ ആയ ആളുകളാണ് ഇവിടെ ആക്രമണം നടത്തിയെന്ന് വ്യക്തമാണ്. അതായത് ഈ ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ മുന്നിൽ നിർത്തി ഈ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരണമെങ്കിൽ സ്വാഭാവികമായും തദ്ദേശീയരായ ചില ആൾക്കാരുടെ സഹായം വേണം. അതായത് പഹൽഗാമിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നു. അവിടെ സെക്യൂരിറ്റി കുറവുള്ള സമയം ഏതാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവിടേക്ക് ഈ ഭീകരരെ എത്തിക്കണം. ഇവർ ബൈക്കിലാണ് എത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇടതൂർന്ന ചെറിയ കാടുകളുള്ള മേഖലയാണ് ഈ സ്ഥലങ്ങൾ. അവിടേക്ക് ഈ കുതിരസവാരി നടത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ സഹായം ഇവർക്ക് കിട്ടി. അപ്പോൾ തദ്ദേശീയരായ ഇത്തരം ചില ആളുകളുടെ സഹായം ലഭിച്ചതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ തീവ്രവാദികൾക്ക് അവിടേക്ക് വരാനും 100 റൗണ്ട് വെടിയുതിർക്കാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തരം ഒരു അറ്റാക്ക് നടത്തുന്നത് മതപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടാണെന്നും നിങ്ങളുടെ പ്രധാനമന്ത്രി മോദിയോട് പോയി പറയടി എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളോട് മോശമായി പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കാരണവശാലും ഈ ഷഹബാസ് ഷെരീഫിൻ്റെ സർക്കാരുമായിട്ട് ഇനി യോജിച്ചു പോകണ്ട, അവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഈ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഫാക്ടറി പോലെ പ്രവർത്തിക്കും. എന്നിട്ട് ഈ പാക് ആർമിയുടെ ചീഫ് പിന്നീട് ISIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ഈ ISI ആണ് പിന്നീട് പാകിസ്ഥാനിലെ തീവ്രവാദികളെയും അതുപോലെ തന്നെ സൈനിക വിഭാഗത്തെയും കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള ആക്രമണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം ലാഹോർ, റാവൽപിണ്ടി, വടക്കൻ മേഖലകളിലൊക്കെ പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റുകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഇതിൻ്റെ കാര്യം ഇന്ത്യൻ വ്യോമസേന കടുത്ത ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ തന്നെ അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്ന് തന്നെ ലക്ഷ്യം ഭേദിക്കാൻ കഴിവുള്ള ആയുധങ്ങളാണ്. ഇത്തരത്തിലൊരു ആക്രമണവുമായിട്ട് മുന്നോട്ട് വന്നാൽ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ചേരുകയും ഇസ്ലാമിക തീവ്രവാദത്തെ വേരോടെ തൂത്തെറിയണമെന്ന നിലപാടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്താൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് 2 പതിറ്റാണ്ടിനിടെ ജമ്മു കാശ്മീരിലുണ്ടായ ഏറ്റവും വലിയ സിവിലിയൻ ആക്രമണത്തിന് നമ്മൾ തിരിച്ചടി നൽകാനായിട്ട് ഒരുങ്ങുന്നത്. ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശീയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നാണ് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ അറിയപ്പെടുന്നത്. പക്ഷേ ഇവരുടെ നിയന്ത്രണം മുഴുവൻ എന്ന് പറയുന്നത് ഈ തെഹരിക്ക് ഈ താലിബാൻ്റെ കയ്യിലാണ്. ഒപ്പം ISIയുടെ കയ്യിൽ അതിൻ്റെ ചരടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ഈ തീവ്രവാദികളുടെ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. ഒന്ന്, ഈ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് കാശ്മീരിനെ എന്നേക്കുമായിട്ട് സ്വന്തമാക്കുക. മറ്റൊന്ന്, ഈ മേഖലയിൽ അതായത് വടക്കിഴക്കൻ മേഖലയിൽ ഒരു മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കുക. അപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും ഒക്കെ ചേർന്ന് കാശ്മീരിൻ്റെ ഭാഗങ്ങളുമൊക്കെ ചേർത്ത് ഒരു വലിയ മതരാഷ്ട്രം സൃഷ്ടിക്കുക. ഇങ്ങനെ ചില ആശയങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ജിഹാദ് എന്ന പേരിൽ ആർമിയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ
ഇവിടെ ലഷ്കർ-ഇ തയ്യബയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നത്. പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നുകിൽ പാക് ആർമിയിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ജിഹാദിൽ പങ്കെടുത്ത് ഇന്ത്യക്കെതിരെ പോരാടി വിജയം നേടുക. അപ്പം ഇന്ത്യക്കെതിരെ പോരാടാൻ മാത്രമേ പറ്റുള്ളൂ. ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇന്ത്യൻ സൈന്യം അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുകയും തീവ്രവാദികളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വല്ലപ്പോഴുമായിരിക്കും ഇങ്ങനെ ഒരു കൂട്ടമരണം സംഭവിക്കുന്നത്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ഈ പഹൽഗാമിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭീഷണിയും ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഉണ്ടാകരുതെന്ന് ഇവർ തീരുമാനിക്കുന്നുണ്ട്. എന്തിന്? പാകിസ്ഥാനിലെ ഏക തുറമുഖത്തിൻ്റെ നിലനിൽപ്പിന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലൊരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഓയിൽ മേഖല വരെ സ്തംഭിക്കാം. കാരണം വലിയ തോതിൽ ഓയിൽ ശേഖരിച്ച് വെക്കാനൊന്നും കഴിയുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. മാത്രമല്ല ഓയിലിന് അവിടെ കൂടുതൽ ഉപയോഗങ്ങളുമുണ്ട്. അങ്ങനെ വെള്ളം നൽകാതെ, ഓയിൽ കിട്ടാതെ, ചരക്ക് കപ്പലുകൾക്ക് അടുക്കാൻ കഴിയാതെ 4 വിധത്തിൽ നിന്നും അല്ലെങ്കിൽ നാനാഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഒരു ആക്രമണം പാകിസ്ഥാന് മേലുണ്ടാകും. അതിന് കൃത്യമായ തീരുമാനമെടുക്കുന്നു. ഇനി ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഉത്തരവ് മാത്രം പുറത്തേക്ക് വന്നാൽ മതി. ആ സമയത്ത് വലിയ ആക്രമണം ഉണ്ടാകും. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടത്തിയ ഈ ഭീകരരുടെ ശരീരത്തൊക്കെ ബോഡി ക്യാമറ ഉണ്ടായിരുന്നു പറയുന്നു. കാരണം ഇത്തരത്തിൽ ആക്രമണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് അവരുടെ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കും. അത്തരത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കാശ്മീരിൽ നടത്തിയ എല്ലാ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ ശരീരത്തും ബോഡി ക്യാമറകൾ ഉണ്ടായിരുന്നു. ഇവിടെയും ഇത്തരം ക്യാമറകൾ ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ പങ്കെടുത്ത ഈ തദ്ദേശീയരായ ചില ആൾക്കാരുടെ സഹായമുണ്ട്. അവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയും. 3-4 പേർ അവിടെ നിന്ന് പാകിസ്ഥാനിൽ പോയി തീവ്രവാദ പരിശീലനം നേടിയവരാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവരുടെ ചിത്രങ്ങളുമൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മാത്രമല്ല ഇവർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇവർ എവിടെയാണ് എപ്പോഴാണ് പുറത്തേക്ക് വരുന്നതെന്നും പറയാൻ കഴിയാത്തത്. മാത്രമല്ല പണ്ടത്തെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടുത്ത തണുപ്പിൽ പോലും ഇവർ പുറത്തേക്ക് ഇറങ്ങില്ല. -10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പോലും കാട്ടിനുള്ളിൽ അതിനെ പ്രതിരോധിച്ച് കഴിയാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭീകരരെ പെട്ടെന്ന് നമുക്ക് പിടികൂടാൻ കഴിയാത്തത്. എന്തായാലും നമ്മൾ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയിട്ട് വലിയ രീതിയിലുള്ള ഒരു തകർച്ച പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മേലുണ്ടാകും. നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായിട്ടുള്ള ഒരു ഉന്നതതല കൂടിക്കാഴ്ച മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിൽ നമ്മൾ തീരുമാനിച്ചത് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക, മുൻപുണ്ടായിരുന്ന ബന്ധങ്ങളെ പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുക. എന്തിന്? അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ പോലും ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു എന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഈ നദീജല കരാറിൽ ഒരു വലിയ തീരുമാനമെടുത്തത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ കാർഷിക മേഖല, അതുപോലെ തന്നെ കുടിവെള്ളം സംഭരിക്കുന്ന മേഖല, വൈദ്യുതി ഉൽപ്പാദനം, ഇതെല്ലാം തന്നെ നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. എന്തായാലും 4 കഷ്ണങ്ങളാക്കി പാകിസ്ഥാനെ വിഘടിപ്പിക്കാൻ അന്തിമമായി ഇപ്പോൾ ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നു. അത് എപ്പോൾ മുതലാണ് ആക്രമണത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ സ്വഭാവം കൈവരിക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്തായാലും ഇനി ഖൈബർ പഷ്തൂൺഖ അല്ലെങ്കിൽ സിന്ധ്, പഞ്ചാബ്, ബലൂചിസ്ഥാൻ എന്നൊക്കെയായിരിക്കും പാകിസ്ഥാൻ അറിയപ്പെടുന്നത്. ബാക്കി ഒരു ചെറിയ ഏരിയ മാത്രമേ സ്വന്തമായിട്ട് അവർക്കുണ്ടാവുകയുള്ളൂ. അപ്പം ആഭ്യന്തര യുദ്ധത്താൽ വലയുന്ന പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ലോകരാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇന്ത്യ നൽകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.